അങ്ങനെ അനന്തപുരിയിൽ തന്റെ അമ്മായിയമ്മയായ ദേവയാനി കൂടി നയനയെ പരസ്യമായി അംഗീകരിച്ചതോടെ അതിരില്ലാത്ത ആനന്ദത്തിന്റെ അനന്തവിഹായസിലേക്ക് നയനയുടെ ജീവിതം പൂർണ്ണമായും പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ്. വന്നു കയറിയ നാൾ മുതൽ ആ വീട്ടിൽ അനുഭവിച്ച ഒറ്റപ്പെടലുകൾക്കും അവഗണനകൾക്കും കുത്തുവാക്കുകൾക്കും പാരവെപ്പുകൾക്കും എല്ലാം പരിസമാപ്തി വന്നിരിക്കുന്നു. സമ്പൂർണമായും താനിപ്പോൾ സുരക്ഷിതയായിരിക്കുന്നു. സമൂഹം കാണെ തന്റെ അമ്മായിയമ്മ തന്നെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും നയനയാണ് തന്റെ എല്ലാം എല്ലാം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അനന്തപുരിയിൽ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെടുകയാണ്. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ മരണത്തെ മുഖാമുഖമായി കാണേണ്ട സാഹചര്യം വന്നപ്പോൾ സഹായിക്കുവാൻ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തന്റെ മരുമകൾ തനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ അവൾക്കായി ഈ ജന്മത്തിൽ എന്തു കൊടുത്താൽ മതിയാകും എന്നുള്ള ചിന്തയാണ് ദേവയാനിയെ ഇപ്പോൾ ഭരിക്കുന്നത്. നയനയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നുവെങ്കിൽ പണം കൊടുത്തവരെ തൃപ്തിപ്പെടുത്താമായിരുന്നു. എന്നാൽ പണത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത നയന ദേവയാനിക്ക് ഒരടി മുകളിലാണ് എപ്പോഴും നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ദേവയാനിയെ സങ്കടപ്പെടുത്തുമ്പോൾ തന്നെ തീവ്രമായി നയനയെ സ്നേഹിക്കുവാൻ ഇപ്പോൾ താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും തനിക്ക് ചെയ്ത വലിയ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുവാൻ ഒരു അവസരം വീണ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ദേവയാനിയുടെ മുൻപിൽ ഒരു ചെറിയ വാതിൽ ഇപ്പോൾ ഈശ്വരനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് തുടർന്ന് നമ്മൾ പോകുന്നത്. എന്നാൽ അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ദേവയാനിയും ജാനകിയും തമ്മിലുള്ള ചില സംഭാഷണങ്ങളാണ്. ഇതിനോടകം ജാനകിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു തൻ്റെ മരുമകൾ അനാമിക താൻ കരുതിയതുപോലെയുള്ള ഒരു പെൺകുട്ടിയല്ല എന്നും അവൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണ് എന്നും. ഓരോ ദിവസം പിന്നിടും തോറും അനാമികയെ ജാനകി കൂടുതൽ വെറുക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ജാനകിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ഭയം അനാമിക ഏതെങ്കിലും രീതിയിൽ അനിയെ അപായപ്പെടുത്തുമോ എന്നുള്ളതാണ്. അതായത് അനന്തപുരിയിലെ സ്വത്തുക്കൾ സ്വന്തമാക്കുവാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും പ്രയോഗിക്കുവാൻ അനാമികയും കുടുംബവും മടിക്കില്ല എന്നുള്ളത് ജാനകിക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിനിടയിൽ അനാമികയും തൻ്റെ അമ്മയായ രേവതിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ അനാമിക പറയുന്നുണ്ടായിരുന്നു, അനിയെ സ്നേഹിക്കുവാനും അനിക്കൊപ്പം സമാധാനത്തോടെ ജീവിക്കുവാനും തനിക്ക് ഈ ജന്മത്ത് കഴിയില്ല. അനന്തപുരിയിലെ സ്വത്ത് കൈവശമാക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് താൻ ഇവിടെ നിൽക്കുന്നത് എന്ന്. ഒന്നുകിൽ ആ സ്വത്തുകൾ അടിച്ചെടുത്ത ശേഷം അനിയെ ഡിവോഴ്സ് ചെയ്യുക, ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ അനിയെ എന്നേക്കുമായി ഇല്ലാതെയാക്കുക. അങ്ങനെ അനിയെ ഏതെങ്കിലും വിധത്തിൽ കൊന്നുകളഞ്ഞാൽ പിന്നെ താൻ അനിയുടെ വിധവ എന്ന പരിഗണനയിൽ അനന്തപുരിയിൽ ഒരിക്കലും പറിച്ചു കളയുവാൻ കഴിയാത്ത രീതിയിൽ ഉറപ്പിക്കപ്പെടും. പിന്നെ തനിക്കൊരു വിവാഹ ജീവിതം ലഭിച്ചില്ല എങ്കിലും അനിയുടെ വിധവയായി അനന്തപുരിയിൽ നിന്നുകൊണ്ട് തന്നെ അനിയുടെ അവകാശങ്ങൾ മുഴുവൻ തനിക്ക് പിടിച്ചെടുക്കുവാൻ സാധിക്കും. ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയും ചെയ്തതോടുകൂടി എങ്ങനെയും അനാമികയെ അനന്തപുരിയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ള ഒരേ ഒരു ചിന്തയിൽ മാത്രമാണ് ഇപ്പോൾ ജാനകി. എന്നാൽ ദേവയാനി പറയുന്നുണ്ട്, ജാനകി നീ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, നീ ഭയപ്പെടുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ മുൻപോട്ട് പോവുക. അനിയെ അവൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയാത്ത ഒത്തിരി മഹാപാപങ്ങൾ ഈ വീട്ടിൽ പലരോടും അവൾ ചെയ്തിട്ടുണ്ട്. അച്ഛനെയും അമ്മയും ധിക്കരിക്കുകയും അവരുടെ മുഖത്ത് നോക്കി തറുതല പറയുകയും അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തുടർന്ന് ഈ കുടുംബത്തെ തന്നെ വെട്ടിമുറിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അതിലൊക്കെ ഉപരി ഇവിടുന്ന് സ്വർണവും പണവും മോഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുറ്റങ്ങളെല്ലാം ആരോപിച്ചിട്ട് വേണമെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവളെ നമുക്കിവിടുന്ന് പുറത്താക്കാം. അതിനൊക്കെയുള്ള ധാരാളം തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ അങ്ങനെ അങ്ങ് അവളെ പുറത്താക്കാൻ പാടില്ല. അവൾ ചെയ്തതിനൊക്കെ എണ്ണി പകരം ചോദിച്ച് ഈ അനന്തപുരി തറവാട്ടിലിട്ട് അവളുടെ ചാർ ഊറ്റിയെടുത്തിട്ട് മാത്രമേ അവളെ ഇവിടെ നിന്നും നമുക്ക് പറഞ്ഞു വിടാവൂ. അതുകൊണ്ട് നമ്മൾ അവളെ മനസ്സിലാക്കിയെന്നോ അവൾ കള്ളിയാണ് എന്ന് തിരിച്ചറിഞ്ഞുവെന്നോ ഒന്നും ഭാവിക്കാതെ പഴയതുപോലെ തന്നെ സാധാരണ രീതിയിൽ മുൻപോട്ട് പോവുക. ഇതിനിടയിൽ കൂടുതൽ അവളെ അടിക്കുവാനുള്ള സാഹചര്യങ്ങൾ അവൾ തന്നെ ഒരുക്കുകയും അതിനുള്ള വടി അവൾ തന്നെ വെട്ടി നമ്മുടെ കയ്യിൽ തരികയും ചെയ്യും. കുറെ അധികം അഹങ്കരിക്കുകയും നിഗളിക്കുകയും ഒക്കെ ചെയ്തവളാണ് അവൾ. ഇത്രയും ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ ഇത്രയും വലിയൊരു ക്രിമിനൽ മൈൻഡിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണവൾ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലിട്ട് അവളുടെ എല്ലാം ഒടിച്ചിട്ട് മാത്രമേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് അവളെ തിരിച്ചേൽപ്പിക്കുവാൻ പാടുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനന്തപുരിയിലെ അടുക്കളക്കാരിയാക്കി അവൾ പോലും അറിയാതെ അവളെ തരം താഴ്ത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഈ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്നാ? ജാനകി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കുകയേ വേണ്ട, ഇതെല്ലാം ഞാൻ ഏറ്റു, എനിക്ക് വിട്ടേരെ. ഇത് പറഞ്ഞിട്ട് ദേവയാനി തുടർന്ന് അനാമികയുടെ അടുക്കിലേക്കാണ് ചെല്ലുന്നത്. അനാമികയോട് ദേവയാനി പറയുകയാണ്, അനാമിക മോളെ, ഈ വീട്ടിൽ 100% അർഹതയോടുകൂടി കടന്നു വന്ന ഒരേ ഒരു മരുമകൾ അനാമിക മോൾ മാത്രമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുഖവും മറച്ച് വളഞ്ഞ വഴിയിൽ കൂടി ഇവിടേക്ക് കയറി വന്ന ആദർശിന്റെ ഭാര്യയാണ് എല്ലാവർക്കും ഇഷ്ടം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്
മോൾക്കറിയാമോ, എല്ലാവരും അവളെ ചേർത്ത് നിർത്തുകയും എല്ലാവരും അവളെ സ്നേഹിക്കുകയും ചെയ്തതിന് പിൻപിലൊരു കാരണമുണ്ട്. അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഈ വീടിന്റെ അടുക്കള ഭരണം അവൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. വളരെ തന്ത്രപരമായിട്ടായിരുന്നു അവൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. തുടർന്ന് ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി ഈ വീട്ടിൽ ഓരോരുത്തർക്കും കൊടുത്തു അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ അവൾ ഇടം പിടിച്ചു. നയനെ അടുക്കളയിൽ കയറാത്ത ദിവസങ്ങളിൽ ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണം പോലും വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തി കാര്യങ്ങൾ. പലയാവർത്തി അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ്. പക്ഷേ വീണ്ടും വീണ്ടും അവളെ ഇവിടെ വിളിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അതിന്റെ കാരണം അവളുടെ ഭക്ഷണവും അവളുടെ കൈപുണ്യവും തന്നെയാണ്. എന്നാൽ എല്ലാവിധ യോഗ്യതകളോടും കൂടി ഈ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്ന അനാമിക മോളോ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രമാണ് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വരുന്നത്. എന്തെങ്കിലും മോൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് തയ്യാറാക്കി തരുവാൻ മോളുടെ അമ്മായിയമ്മയോട് പറയുകയാണ്. ജാനകിയാകട്ടെ മോൾക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോഴപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് തരുവാൻ വേണ്ടി മത്സരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിലെ ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചോ ഇവിടെ ഓരോരുത്തരുടെയും വ്യത്യസ്തതയുള്ള രുചി വൈവിധ്യങ്ങളെക്കുറിച്ചോ ഒന്നും മോൾക്ക് അറിയില്ല. കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും അനാമിക മോൾ ഈ അവസ്ഥയിൽ തന്നെ തുടരുകയുള്ളൂ. ഇത് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപിലെറിയുക എന്നുള്ള പദ്ധതിയോടുകൂടി വലിയമ്മ അവളെ എന്നേക്കുമായി അടുക്കളയിൽ നിന്നും പുറത്താക്കിയത്. അവളെ ഞാൻ ഓഫീസിലേക്ക് വിട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നില്ലേ? ഒന്ന് കാണാതെ വലിയമ്മ മറ്റൊന്നും ചെയ്യില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കരുതി വെച്ചിരുന്ന പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ സമയം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നയനയുടെ അത്രയും ഒന്നും പറ്റില്ലെങ്കിലും വലിയ തരക്കേടില്ലാതെ ഞാനും ഭക്ഷണമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആണുങ്ങൾക്കിപ്പോൾ വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. എന്നാൽ അവളെ അവിടെ നിന്ന് ഒഴിവാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അനാമിക മോളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്. മോളെ അടുക്കളയിൽ കൂടി മാത്രമേ ഈ അനന്തപുരി തറവാടിൻ്റെ അവകാശം പിടിച്ചെടുക്കുവാൻ മോൾക്ക് കഴിയത്തുള്ളൂ. ഇവിടെയുള്ള ഓരോ ആണുങ്ങളുടെയും മനസ്സിൽ ഇടം കണ്ടെത്തണമെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. ഇപ്പോൾ മോൾക്കൊന്നും അറിയില്ലായിരിക്കും, സാരമില്ല. വലിയമ്മ മോളുടെ കൂടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകും. എന്നെ സഹായിച്ചാൽ മതി. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപഠിച്ച് ഒടുവിൽ നയനയേക്കാൾ നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരു മരുമകളായി മോൾ മാറും. അതോടെ അനന്തപുരി തറവാടിന്റെ താക്കോൽ കൂട്ടം മോളുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കപ്പെടും. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി. മുൻപിൽ പതിയിരിക്കുന്ന അപകടം എന്താണ് എന്ന് തിരിച്ചറിയാതെ അനന്തപുരിയുടെ താക്കോൽ കൂട്ടങ്ങൾ കൈവശപ്പെടുത്തുവാനുള്ള അവകാശം വന്നു എന്ന് കേട്ടപ്പോൾ അനാമിക അതിനുവേണ്ടി ചാടി അങ്ങിറങ്ങുകയാണ് അടുക്കളപ്പണിക്ക് വേണ്ടി. പക്ഷെ അടുക്കളപ്പണി എന്നുള്ളത് അടിമപ്പണിയാണ് എന്നുള്ളത് വൈകാതെ അനാമിക തിരിച്ചറിയുവാൻ തുടങ്ങുന്നു. പ്രഭാതയാമം മുതൽ പാതിരാത്രി വരെ അനന്തപുരിയിലെ അടുക്കളയിൽ വല്ലാതെ കഷ്ടപ്പെട്ട് അനാമിക നട്ടം തിരിയുവാൻ തുടങ്ങി. എങ്കിലും ഇതിനിടയിൽ പാചകം ചെയ്യുവാനൊക്കെ അനാമിക പഠിച്ചെടുത്തു. ഒരു ദിവസം അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്, വലിയമ്മേ, ഇന്ന് എല്ലാ ഭക്ഷണങ്ങളും ഞാൻ തന്നെ പാചകം ചെയ്തോളാം. ആദ്യമായിട്ട് എൻ്റെ രുചി വൈവിധ്യങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. എന്നിട്ട് മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അഭിപ്രായം പറയട്ടെ. അതോടുകൂടി വലിയമ്മ പ്ലാൻ ചെയ്ത കാര്യങ്ങളിലേക്ക് എനിക്ക് ധൈര്യത്തോടു കൂടി കടക്കാൻ കഴിയുമല്ലോ. ഒടുവിൽ ദേവയാനി അത് സമ്മതിക്കുകയും അനാമികയെ കൊണ്ട് എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്തതിനു ശേഷം ദേവയാനി അതൊന്ന് രുചിച്ചു നോക്കുമ്പോൾ ഒക്കെ കേമമായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു. ഈ ഭക്ഷണം മേശപ്പുറത്ത് വിളമ്പിയാൽ അവൾ അംഗീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കുന്ന ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്, മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് എല്ലാവർക്കും നമുക്ക് ഈ ഭക്ഷണം വിളമ്പിക്കൊടുക്കാം. ഇത് കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കുളിക്കുവാൻ വേണ്ടി അനാമിക കടന്നു പോകുന്ന സമയത്ത് ദേവയാനി എല്ലാ കറികൾക്കകത്തും ധാരാളം ഉപ്പും എരിവും വാരി ചേർത്ത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. തുടർന്ന് കാണുന്ന കാഴ്ച, ഭക്ഷണമേശയിൽ ഭക്ഷണങ്ങളെല്ലാം വിളമ്പി വെച്ചിട്ട് അനാമിക അങ്ങനെ ഹെഡ് വെയിറ്റോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇന്നത്തെ എല്ലാ കറികളും അനാമിക മോളുടെ സ്പെഷ്യലാണ്. എല്ലാവരും ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇതോടെ ഒരു അധികാര കൈമാറ്റം ഇന്ന് അനന്തപുരിയിൽ നടക്കാൻ പോവുകയാണ്. ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഹാ, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഭക്ഷണം കെങ്കേമമായിരിക്കുമല്ലോ. മുത്തശ്ശൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് അനാമിക അങ്ങനെ പുഞ്ചിരിയോടുകൂടി നിൽക്കുമ്പോൾ ആദ്യമായി മുത്തശ്ശൻ തന്നെയാണ് ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നത്. മൂർത്തി സാർ വായിലേക്ക് വെച്ച ഭക്ഷണം തനിക്ക് ഇറക്കാനും കഴിയുന്നില്ല, തുപ്പുവാനും കഴിയുന്നില്ല എന്ന അവസ്ഥയിൽ വായിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് മറ്റുള്ളവരൊക്കെ പെട്ടെന്നൊന്ന് അമ്പരക്കുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശിയും മറ്റു പലരും ആ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യുവാൻ തുടങ്ങുന്നു. വായിലേക്ക് വെച്ചത് മാത്രമേ അറിയുള്ളൂ. തുടർന്ന് ഓരോരുത്തരായി എഴുന്നേറ്റ് വാഷ് ബേസിനരികിലേക്ക് ഓടുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാതെ അനാമിക അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അനാമിക ഞെട്ടിയപ്പോൾ അതിനേക്കാൾ വലിയൊരു ഞെട്ടലോടുകൂടി ദേവയാനിയും തൊട്ടരികിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. തുടർന്ന് അനാമികയുടെ കണ്ണുനീരും പദം പൊറുക്കലും ഒക്കെ അടുക്കളയിൽ തകൃതിയായി നടക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അനാമിക ദേവയാനിയോട് പറയുകയാണ്, വലിയമ്മേ, എന്തോ ചതിവ് ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ വലിയമ്മ ടേസ്റ്റ് ചെയ്യുകയും ചെയ്തതാണല്ലോ. ഇതിനകത്ത് ആരോ ഉപ്പും മുളകും ഒക്കെ കണ്ടമാനം വാരി വിതറിയതാണ്. അപ്പോൾ ദേവയാനി, അതേ മോളെ,
അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അതാരാണ് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നയനയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവൾ ഓഫീസിലല്ലേ. പിന്നെ നവ്യ ഇവിടേക്കെങ്ങും വരാറുമില്ല. പിന്നെ എന്തായിരിക്കാം സംഭവിച്ചത്? എന്തായാലും മോള് വിഷമിക്കണ്ട, നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാം, വീണ്ടും നമുക്ക് പരിശ്രമിക്കാം. ഇതൊക്കെ പറഞ്ഞ് അനാമികയെ സമാധാനിപ്പിക്കുകയാണ് ദേവയാനി. ഇതിനിടയിൽ മുത്തശ്ശൻ ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ട്. ഇനി മേലിൽ അനാമിക ഇവിടെ ആർക്കും വെച്ചു വിളമ്പണ്ട, അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചാൽ മാത്രം മതി. ഇത് കേട്ടതോടുകൂടി അനാമിക വല്ലാതെ വീണ്ടും സങ്കടപ്പെടുകയാണ്. തുടർന്ന് അനാമികയെ ദേവയാനിയും തന്റെ അമ്മായിയമ്മയും കൂടി ചേർത്ത് ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ജോലി തിരക്കുകൾ കൊണ്ട് അനന്തപുരിയിലൊന്ന് കുത്തിയിരിക്കുവാൻ പറ്റാതെ ഓടി രക്ഷപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ അനാമിക പൊറുതിമുട്ടി വേണുവിനെയും രേവതിയെയും വിളിച്ച് വല്ലാതെ സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അവരാകട്ടെ സ്വത്തും മുതലും കൈക്കലാക്കുവാൻ വേണ്ടി അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ള സാരോപദേശങ്ങൾ നൽകി അനാമികയെ സ്വാന്തനിപ്പിക്കുവാനും ശ്രമിക്കുന്നു. തുടർന്ന് കാണുന്നത് കനകയും ഗോവിന്ദനും കൂടി ചേർന്ന് അവരുടെ ശില്പങ്ങളൊക്കെ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ സമയത്ത് അവരുടെ പെൺമക്കളെക്കുറിച്ചും പ്രത്യേകിച്ച് നയനയ്ക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സന്തോഷകരമായ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലരാകുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അടുക്കളയിലെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ട് കനക ഇടയ്ക്ക് അടുക്കളയിലേക്കൊന്ന് പോകുന്നുണ്ട്. കനക പോയി അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദന് പെട്ടെന്ന് ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയും താൻ പെട്ടെന്ന് വല്ലാതെ വിയർക്കുകയും ഒപ്പം തൻ്റെ നെഞ്ചിന് വേദനയാവുകയും ചെയ്തിട്ട് വലിയ പരിഭ്രമത്തോടു കൂടി അയാൾ ചുറ്റുപാടുകൾ നോക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഗോവിന്ദൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഇരു കൈകളും നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ശബ്ദമുയർത്തി അദ്ദേഹം കനകയെ വിളിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ ആ ശബ്ദം പുറത്തു വരുന്നില്ല. എങ്കിലും വീണ്ടും വീണ്ടും ഗോവിന്ദൻ നിലവിളിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് പുറത്തുനിന്ന് എന്തോ അവ്യക്തമായ ശബ്ദം കാതുകളിൽ വന്ന് അലച്ച കനക അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി വലിയ ജിജ്ഞാസയോടുകൂടി പുറത്തേക്ക് വരുമ്പോഴാണ് വേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് കിടന്ന് ഉരുളുന്ന ഗോവിന്ദനെ കാണുന്നത്. അയ്യോ ഗോവിന്ദേട്ടാ, എന്തുപറ്റി? അയ്യോ ദൈവമേ, നെഞ്ചിന് വേദനയാണോ? ഞാനിത് എന്താണ് ഈ കാണുന്നത്? ഗോവിന്ദേട്ടാ, എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ കനക താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തുടർന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തപ്പോൾ ഗോവിന്ദൻ ഒന്ന് ശാന്തമാകുന്നുണ്ട്. ഈ സമയത്ത് കനക വല്ലാത്ത വെപ്രാളത്തോടു കൂടി പറയുകയാണ്, ഗോവിന്ദേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം. ഇത് നിസ്സാരമായൊരു കാര്യമല്ല, വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് പോകണം. അതൊന്നും വേണ്ട കനകേ, പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയതാണ്. പക്ഷേ നീ തന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രയാസം അങ്ങ് മാറി. ഇപ്പോൾ സാരമില്ല, കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ മതി. ഗോവിന്ദേട്ടൻ അങ്ങനെ പറയരുത്, ഇത് നിസ്സാരമായ കാര്യമല്ല, ആശുപത്രിയിൽ പോയേ പറ്റൂ. സാരമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പറയുന്നത് പോലെ ചിലപ്പോൾ കയ്യിൽ നിന്നെന്ന് വരില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇവിടെ താങ്ങാൻ ഒരാളില്ല ഗോവിന്ദേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. നന്ദൂട്ടൻ പോലും ഇവിടെ ഇല്ലല്ലോ ദൈവമേ, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കനക പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി നിറകണ്ണുകളോടെ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഫോൺ എടുത്തിട്ട് കനക നയനയാണ് വിളിക്കുന്നത്. നയനയുടെ ഫോണിൽ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് വീണ്ടും വീണ്ടും കനകയെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടി റെഡിയാകുവാൻ വാഷ്റൂമിൽ കയറിയിരിക്കുകയാണ്. നിർത്താതെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് ദേവയാനി ചെന്ന് നോക്കുമ്പോൾ നയനയുടെ ഫോണിൽ അമ്മ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് എന്തിനായിരിക്കും ഇപ്പോൾ കനക വിളിക്കുന്നത്? കൂടെ ബെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവയാനി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നാൽ ദേവയാനിയാണ് കോൾ അറ്റൻഡ് ചെയ്തത് എന്നറിയാതെ കനക വലിയ പരിഭ്രമത്തോടു കൂടി വിളിച്ചു പറയുകയാണ്, നയന മോളെ, അച്ഛന് തീരെ വയ്യ. മുൻപുണ്ടായതുപോലെ അച്ഛന് നെഞ്ചിന് വേദന വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അകത്തേക്കൊന്ന് പോയതാണ്. എന്നാൽ പുറത്ത് വല്ലാത്തൊരു ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ വേഗം ഓടിയെത്തുമ്പോഴേക്കും അച്ഛൻ വീണ് കിടക്കുകയായിരുന്നു. അച്ഛനെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. നന്ദൂട്ടൻ ഇവിടെ ഇല്ല, ഒരു വാഹനം പോലും കിട്ടാനുള്ള സാധ്യതയില്ല. എന്നിട്ട് പെട്ടെന്ന് കനക പറയുകയാണ്, ആ മോളെ, ഒരു വണ്ടി വരുന്നുണ്ട്, ഞാനതൊന്ന് കൈ കാണിച്ച് നോക്കട്ടെ കിട്ടുമോ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾ ആശുപത്രിയിലേക്ക് വന്നാൽ മതി, ഇല്ല എങ്കിൽ അമ്മ വേഗത്തിൽ തിരിച്ചു വിളിക്കാം. ഇത് പറഞ്ഞ് പെട്ടെന്ന് നയനയുടെ മറുപടി ശബ്ദം പോലും കേൾക്കാൻ കാത്തു നിൽക്കാതെ കനക ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ്, അയ്യോ, മോളുടെ അച്ഛന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? നയന മോളെടുത്ത് പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുമാത്രവുമല്ല, അവൾക്ക് ഇന്ന് ഓഫീസിൽ പോയേ മതിയാവുകയുള്ളൂ. ഇന്നാണല്ലോ അവൾ ഡിസൈൻ ചെയ്ത പുതിയ ചില കളക്ഷൻസ് ഒക്കെ കാണുവാൻ വേണ്ടി ചില ക്ലയൻസ് ഒക്കെ എത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോൾ ഓഫീസിലേക്ക് പോയില്ല എങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം നയന മോൾ ഒന്നും അറിയണ്ട. മോൾക്ക് പകരം ഞാൻ ആശുപത്രിയിൽ പോകാം എന്ന് തീരുമാനിച്ചിട്ട് ദേവയാനി ഫോൺ അവിടെ വെച്ചിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് താൻ ആദർശിനെ കണ്ടിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആദർശിനോട് ധരിപ്പിക്കുകയും ആദർശിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് കനക ഗോവിന്ദനുമായി ആശുപത്രിയിൽ എത്തിയിരുന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ദേവയാനിയും ആശുപത്രിയിൽ എത്തിയതിനു ശേഷം കനകയെ കണ്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ്, എന്തുപറ്റി? എന്താണ് ഗോവിന്ദന് സംഭവിച്ചത്?
അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ദേവയാനിയോട് കനക വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്തു പറഞ്ഞു? ഡോക്ടറെ കണ്ടു, ഡോക്ടർ ECG എടുത്തു, പിന്നെ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ നടത്തി, ഉടൻ തന്നെ സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, നയനമോൾ ഇവിടെ? മോള് വന്നില്ലേ? ഞാൻ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇല്ല, നയന വന്നില്ല. ഫോൺ എടുത്തത് നയനയായിരുന്നില്ല, ഞാനായിരുന്നു. ഫോൺ വന്ന സമയത്ത് അവൾ ബാത്റൂമിലായിരുന്നു. ഞാൻ അവളോട് കാര്യങ്ങളൊന്നും അറിയിച്ചില്ല. അവളോട് ഇപ്പോൾ പറഞ്ഞാൽ അവൾ വല്ലാത്ത ടെൻഷനാകും. അതുകൊണ്ട് സാവകാശം കാര്യങ്ങൾ പറയാം എന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് ആദർശിനെ വിളിച്ചിട്ട് പോരുകയായിരുന്നു. തുടർന്ന് വീണ്ടും വലിയ പരിഭ്രമത്തോടെ കനക വിതുമ്പി കരയുവാൻ തുടങ്ങുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വിഷമിക്കാതിരിക്കുക കനകെ, ഇങ്ങനെ നിലവിളിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. തൽക്കാലം ഡോക്ടർ പറഞ്ഞതുപോലെ സർജറിക്കുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാം. ഉടനെ കനക പറയുകയാണ്, പെട്ടെന്ന് സർജറി നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ല. അപ്പോൾ ദേവയാനി പറയുകയാണ്, കനകെ, ഇപ്പോൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് സർജറിയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കട്ടെ. പണം ഇവിടെ ഒരു വിഷയമല്ല. എൻ്റെ നയനമോളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റാരേക്കാളും അധികം എനിക്കിപ്പോൾ വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ ഒരു പ്രശ്നം എൻ്റെ പ്രശ്നമായി തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും കനക വിഷമിക്കുകയും വേണ്ട. അയ്യോ ആദർശമോറ്റമ്മേ, അതൊന്നും ശരിയാവില്ല. വേണ്ട, അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യണ്ട. കനകെ, ഇവിടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ദുരഭിമാനമല്ല വേണ്ടത്. അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതുമാത്രവുമല്ല, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഔദാര്യം ചെയ്യുകയല്ലോ. നയനമോൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഓർക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ഞാൻ ഈ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തികളുമൊക്കെ എത്രയോ നിസ്സാരമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുവാൻ എനിക്കൊരവസരം ലഭിക്കുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ നടക്കട്ടെ. പണം ഞാൻ കെട്ടിവെച്ചുകൊള്ളാം. കനകെ, അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഇതിനുള്ള അർഹതയും അവകാശവും ഉണ്ട് എന്ന് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി. ഇത് പറഞ്ഞ് സർജറിക്ക് ആവശ്യമായിട്ടുള്ള പണം ദേവയാനി തന്നെ അവിടെ കെട്ടിവെക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഓഫീസിലേക്ക് പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷം നയനെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവയാനി അവിടെയും കാണുന്നില്ല. ആ വീട്ടിൽ പലയിടത്തും നോക്കിയിട്ടും ദേവയാനിയെ കാണാതെ വന്നപ്പോൾ അമ്മ ഈ രാവിലെ എവിടെ പോയി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആദർശിനെ അന്വേഷിച്ച് വീണ്ടും തൻ്റെ മുറിയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. തുടർന്ന് ആദർശേട്ടാ എന്ന് വിളിച്ചിട്ട് ആദർശിൻ്റെയും അനക്കം ഒന്നും എവിടെയും കേൾക്കുന്നില്ല. പെട്ടെന്ന് നയന മനസ്സിൽ പറയുകയാണ്, അല്ല, അമ്മയും മോനും കൂടി രാവിലെ ഈ സമയത്ത് എവിടെ പോകുവാനാണ്? പ്രത്യേകിച്ച് ഒന്നും പറയാതെ ആദർശേട്ടൻ അങ്ങനെ പുറത്തേക്ക് പോകില്ലല്ലോ. തുടർന്ന് ആദർശിനെ വിളിക്കുവാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ അതിൽ കനകയുടെ ഇൻകമിംഗ് കോളിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട്. പെട്ടെന്ന്, അയ്യോ, അമ്മ വിളിച്ചിരിക്കുന്നല്ലോ. എന്തിനായിരിക്കും അമ്മ ഈ രാവിലെ വിളിച്ചിരിക്കുന്നത്? ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നയന കനകയെ തിരികെ വിളിക്കുകയാണ്. കനക നയനയുടെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, അമ്മ എന്നെ വിളിച്ചിരുന്നോ? ഞാൻ ആ സമയത്ത് കുളിക്കുകയായിരുന്നു കേട്ടോ. ഫോൺ ബെല്ലടിച്ചതൊന്നും ഞാൻ കേട്ടില്ല. അയ്യോ ഇല്ല മോളെ, അമ്മ മോളെ വിളിച്ചിരുന്നില്ല. ഇല്ലമ്മേ, അമ്മയുടെ കോൾ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ടല്ലോ. അയ്യോ മോളെ, അത് പിന്നെ ചിലപ്പോൾ അറിയാതെ വല്ലതും വന്നതായിരിക്കും. ശരി അമ്മേ, ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് നയന ആദർശിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നയന ചോദിക്കുകയാണ്, ആദർശേട്ടാ, രാവിലെ എന്നോട് പറയാതെ എവിടേക്കാണ് പോയത്? ഞാൻ എവിടെയെല്ലാം ആദർശേട്ടനെ നോക്കി. അമ്മയും ഇവിടെയില്ല. ആദർശേട്ടനും അമ്മയും കൂടി എവിടെയെങ്കിലും പോയതാണോ? രണ്ടാൾക്കാരെയും ഇവിടെ കാണുന്നില്ലോ. അത് പിന്നെ നയനെ, അത്യാവശ്യമായി അമ്മയ്ക്ക് ചില ആൾക്കാരെ കാണണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വിളിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിയതാണ്. നീ ഓഫീസിലേക്ക് പോയിക്കൊള്ളൂ, ഞാൻ അവിടേക്ക് എത്തിക്കൊള്ളാം. ഇത് പറഞ്ഞിട്ട് ഫോൺ ആദർശ് കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് കനകയോടും ആദർശിനോടും ദേവയാനി പറഞ്ഞിരുന്നു, തൽക്കാലം നയനയോട് കാര്യങ്ങളൊന്നും പറയണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് മാറ്റിയിട്ട് നയനയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളത്. തുടർന്ന് കാണുന്നത് ഏറെ വൈകി ആദർശ് ഓഫീസിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ്. അപ്പോഴേക്കും അല്പം പരിഭവത്തോടു കൂടി നയന ചോദിക്കുന്നുണ്ട്, എന്തൊരു പോക്ക ആദർശേട്ടായി പോയത്? ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോകരുതായിരുന്നോ? ഇപ്പോൾ വരൂ എന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ട് എത്ര മണിക്കൂറുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അല്ല, അമ്മയും മോനും കൂടി പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ എവിടെ? അമ്മയെ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടോ? എന്തായിരുന്നു എന്നോട് പോലും പറയാൻ നിൽക്കാതെ അമ്മയുമായി പോയ കാര്യം? എന്തെങ്കിലും സീക്രട്ട് വല്ലതും ആയിരുന്നോ? അത് നയനെ, അമ്മയ്ക്ക് പല സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. പല ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. എന്നെ രാവിലെ അതിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണ്. അല്പം മുമ്പാണ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും നീ ഇറങ്ങ്, നമുക്കിപ്പോൾ ഒരു വഴി വരെ ഒന്ന് പോകണം. അത് ശരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്? ഒരു വഴിയെന്ന് പറയുമ്പോൾ അത് ഏത് വഴിയാണ്? അതൊക്കെ പറയാം, നീ ബാഗ് എടുത്തുകൊണ്ട് വേഗം ഇറങ്ങ്. എന്തായാലും കൊല്ലാനൊന്നുമല്ല നിന്നെ കൊണ്ടുപോകുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ആദർശ് നയനയെ വിളിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ആദർശ് പറയുന്നുണ്ട്, നയനെ, ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതം എത്ര സന്തോഷകരമായിട്ടാണ് പോകുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നു. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായി മാറ്റം തന്നെയാണ്.
എനിക്ക് തോന്നുന്നത് അമ്മ ഇപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും മതിയാവില്ല എന്നുള്ള രീതിയിലാണ് അമ്മയുടെ ഓരോ പ്രവർത്തികളും. ഇനിയിപ്പോൾ അനന്തപുരിയിൽ നിനക്ക് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് നടക്കാം. ആരും നിന്നെ ശല്യം ചെയ്യില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തയ്യാറായാൽ അതൊക്കെ അമ്മ തന്നെ കൈകാര്യം ചെയ്തോളും. ശരിയാണ് ആദർശേട്ടാ, അമ്മ ഇപ്പോൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്ന് നന്ദു കേസിൽ കുടുങ്ങിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. എന്നാൽ നന്ദുവിനെ ജയിലിൽ പോകാതെ സംരക്ഷിച്ചത് അമ്മയായിരുന്നു. അമ്മ മാരാർ വക്കീലിനെ കൃത്യസമയത്ത് ഏർപ്പാടാക്കിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തീർത്തു. അതുപോലെ തന്നെ വീട്ടിൽ പല കാര്യങ്ങളിലും അമ്മ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതെ നയനെ, അമ്മ ഒത്തിരി നന്മകൾ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. മരുമകൾക്ക് വേണ്ടി ഇപ്പോൾ എന്തു ചെയ്താൽ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള നടപ്പാണ് അമ്മായിയമ്മയുടേത്. ഇത് പറഞ്ഞുകൊണ്ട് ആദർശ് വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് നയന ചോദിക്കുന്നുണ്ട്, അയ്യോ ആദർശേട്ടാ, എന്തിനാണ് ആശുപത്രിയിലേക്ക് വരുന്നത്? ഇവിടെ ആരാണ്? പെട്ടെന്ന് സംസാരത്തിനിടയിൽ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് കയറ്റിയതാണോ? ഏയ്, അറിയാതൊന്നും അല്ല നയന ഇവിടേക്ക് വന്നത്. എല്ലാം ഞാൻ പറയാം. ഒരാളിനെ കാണുവാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നീ ഇറങ്ങ് എന്ന് പറഞ്ഞ് നയനയും കൂട്ടിക്കൊണ്ട് തുടർന്ന് ആശുപത്രിയിലേക്ക് ആദർശ് നടന്ന് കയറുകയാണ്. ആദർശിനൊപ്പം ആശുപത്രിയുടെ റൂമിനുള്ളിലേക്ക് കയറിയ നയന കിടക്കയിൽ ഗോവിന്ദനെ കണ്ടുകൊണ്ട് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നുപോയി. തുടർന്ന് അച്ഛൻ എന്താണ് പറ്റിയത്? അച്ഛനെ എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്? അയ്യോ, അച്ഛൻ ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ആരും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ. എന്തിനാണ് എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചത്? അമ്മേ, അച്ഛൻ എന്താണ് പറ്റിയത്? നയനയുടെ ഈ പരിഭ്രമവും വെപ്രാളവും ഒക്കെ കണ്ടുകൊണ്ട് കനക പറയുകയാണ്, മോളെ, അച്ഛന് പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വന്നു. ഓപ്പറേഷനോ? എന്ത് ഓപ്പറേഷൻ? എന്താണെങ്കിൽ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാം എന്നോട് മറച്ചു വെച്ചത്? പെട്ടെന്ന് ദേവയാനി പറയുകയാണ്, മോളെ, നിന്നെ ഒന്നും അറിയിക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. നിന്നെ അറിയിക്കുവാൻ വേണ്ടി കനക രാവിലെ ഫോണിൽ വിളിച്ചതാണ്. ആ സമയത്ത് നീ ബാത്റൂമിലായിരുന്നു. ഫോൺ നിർത്താതെ അടിക്കുന്നത് കേട്ടുകൊണ്ട് ഞാനാണ് വന്ന് ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ കനക നിന്നോട് പറയേണ്ട കാര്യങ്ങളെല്ലാം എന്നോടാണ് പറഞ്ഞത്. കനക പോലും അറിഞ്ഞില്ല ഞാനാണ് ഈ ഫോൺ അറ്റൻഡ് ചെയ്തതെന്ന്. കുളി കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് നിന്നോട് ഈ വിവരം പറയുമ്പോൾ പെട്ടെന്ന് നിനക്ക് ടെൻഷൻ ആവുകയും നിന്റെ സമ്മർദ്ദം കൂടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദർശിനെ വിളിച്ചുകൊണ്ട് വേഗം ആശുപത്രിയിലേക്ക് പോരുകയായിരുന്നു. തുടർന്ന് ദേവയാനി ആദർശിനെ വിളിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് കനക നയനയോട് പറയുന്നുണ്ട്, മോളെ, പെട്ടെന്ന് രാവിലെ ഉണ്ടായ ആ പരിഭ്രമത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മോളെ വിളിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഫോൺ എടുത്തത് ആദർശ് അമ്മയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. തിരികെ പറയുന്ന ഒന്നും കേൾക്കുവാൻ പോലും ഞാൻ നിന്നില്ല. ഈ വിവരം പറഞ്ഞിട്ട് അച്ഛനെയും കൊണ്ട് പെട്ടെന്ന് ഞാൻ കിട്ടിയ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് പോരുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആദ്യത്തെ പരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ ആദർശ് അമ്മ ഇവിടേക്ക് വന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഓപ്പറേഷന് ആവശ്യമുള്ള തുക മുഴുവനും അപ്പോൾ തന്നെ ആദർശ് അമ്മയാണ് ഇവിടെ കെട്ടിവെച്ചത്. അതുകൊണ്ട് അല്പം പോലും സമയം താമസിപ്പിക്കാതെ അച്ഛൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തു. മോളെ, ഇതെല്ലാം മോളോടുള്ള ആദർശ് അമ്മയുടെ സ്നേഹമാണ്. അത്രയധികം ആ അമ്മ ഇപ്പോൾ മോളെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും അമ്മേ, നിങ്ങൾ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ആശുപത്രിയിൽ വന്ന് ഇത്രയും സമയമായിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എന്നെ ആരും ഒന്നും അറിയിച്ചില്ല. ഈ സംഭവിച്ചതൊന്നും അറിയാതെ ഞാൻ രാവിലെ മുതൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളെ, ആദർശ് അമ്മ പ്രത്യേകം പലയാവർത്തി എന്നോട് പറഞ്ഞു, തൽക്കാലം നയനമോളെ ഒന്നും അറിയിക്കണ്ട, എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രം നയനമോളെ കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് എന്തു പറയാൻ സാധിക്കും? തുടർന്ന് കാണുന്നത് നന്ദുവും നവ്യയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തുകയും ഗോവിന്ദനെ കാണുകയും അങ്ങനെ വളരെ വികാര നിർഭരമായ അന്തരീക്ഷങ്ങളൊക്കെ അരങ്ങേറുന്നതുമാണ്. എന്തായാലും നയന ദേവയാനിക്ക് ചെയ്ത വലിയ നന്മയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ കഴിഞ്ഞതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ദേവയാനി ഇപ്പോൾ. തുടർന്ന് പത്തരമാറ്റിൽ അടിപൊളിയായിട്ടുള്ള പല രംഗങ്ങളും കാണുവാൻ പോവുകയാണ്. ആ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ.